ഉയരമുള്ള മരങ്ങൾ നിറഞ്ഞ വനത്തിൽ ഒരു കുഞ്ഞു പക്ഷി ഉണ്ടായിരുന്നു. അതിന്റെ വലിയ സ്വപ്നമായിരുന്നു ഉയരങ്ങളിൽ പറക്കുക എന്നത്. എല്ലാ ദിവസവും ആ ചെറിയ പക്ഷി ചിറകുകൾ നീട്ടി ഉയരാൻ ശ്രമിക്കും. പക്ഷെ അതിന് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. മറ്റു പക്ഷികൾ കളിയാക്കി പറയും, നിനക്കൊരിക്കലും ഉയരത്തിൽ പറക്കാനാവില്ല, മതിയാക്ക്. പക്ഷെ ആ കിളിക്കുഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അത് ആകാശത്തേക്ക് നോക്കി പറയും, ഇന്ന് ഞാൻ പരാജയപ്പെട്ടിരിക്കാം, പക്ഷെ നാളെ എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും. ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് കാട്ടിലൂടെ ആഞ്ഞു വീശി. പക്ഷികളുടെ കൂടുകൾ പലതും നശിപ്പിച്ചു. പലർക്കും അപകടങ്ങൾ സംഭവിച്ചു. ഇതിനിടയിൽ കാലിന് പക്ഷിക്കുഞ്ഞിന് പരിക്കേറ്റു. സങ്കടവും നിരാശയും അനുഭവപ്പെട്ട് നിലത്ത് കിടക്കുമ്പോൾ അത് അമ്മയോട് പറഞ്ഞു, ഞാനിനി ഒരിക്കലും പറക്കില്ല. പക്ഷെ അമ്മ പക്ഷി തന്നെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ടാവാം, പക്ഷെ ചിറകുകൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടില്ല. നിനക്ക് മുമ്പത്തേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയും. പക്ഷി അമ്മയുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. അത് സത്യമാണെന്ന് മനസ്സിലായി. കൊടുങ്കാറ്റ് കാലുകളെ മാത്രമേ മുറിവേൽപ്പിച്ചുള്ളൂ. കൊടുങ്കാറ്റ് കാലുകളെ മാത്രമേ മുറിവേൽപ്പിച്ചുള്ളൂ, പക്ഷേ അതിന് അതിന്റെ ആത്മാവും നിശ്ചയദാർഢ്യവും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ പക്ഷി മുമ്പത്തേക്കാളും ഉയരത്തിൽ പറന്നു. എല്ലാ രാത്രിയിലും പക്ഷി നക്ഷത്രങ്ങളെ നോക്കി പറയും, ഇന്ന് ഞാൻ തോറ്റുപോയിരിക്കാം, പക്ഷെ എനിക്ക് നാളെ ഉയരത്തിൽ പറക്കാൻ കഴിയും. നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നാളെ നിങ്ങൾക്കും ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് ഓർക്കുക. നിങ്ങൾക്ക് എന്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അവയെ തരണം ചെയ്യാനുള്ള കരുത്തും ദൃഢനിശ്ചയവും നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ മരിയ എന്ന പെൺകുട്ടി കടൽ തീരത്ത് നിരാശയോടെയിരുന്നു. അവൾ ഇന്ന് പൂക്കൾ വിൽക്കാൻ ശ്രമിച്ചിട്ടും ആരും വാങ്ങിയില്ല. തോൽവിയും നിരാശയും തിരമാലകൾ പോലെ അവളെ അലട്ടി. അപ്പോഴാണ് അവളുടെ അരികിൽ ഒരു വൃദ്ധൻ വന്നത്. എന്ത് പറ്റി, നിനക്ക് എന്തേലും വിഷമമുണ്ടോ? അയാൾ ചോദിച്ചു. മരിയ തന്റെ കഥ പങ്കുവെച്ചു. വൃദ്ധൻ ശ്രദ്ധയോടെ കേട്ടു. അയാൾ ആകാശത്തേക്ക് കൈകൾ ചൂണ്ടി പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ ആയിരിക്കില്ല നാളെ നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ. അങ്ങനെയാണ് ജീവിതവും. എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾ എളുപ്പമായിരിക്കും, മറ്റുള്ളവ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും നാം പഠിക്കണം. മുറിവിന് മരുന്ന് പോലെയായിരുന്നു മരിയയ്ക്ക് വൃദ്ധന്റെ വാക്കുകൾ. പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമാകാനുള്ള അവസരങ്ങളാണ്, അദ്ദേഹം തുടർന്നു. അവ നമ്മെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ തളരരുത്. ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുട്ടിൽ തിളങ്ങുന്നതുപോലെ മുന്നോട്ടു പോകുക. വൃദ്ധന്റെ വാക്കുകൾ കേട്ടപ്പോൾ മരിയയ്ക്ക് ധൈര്യവും നിശ്ചയദാർഢ്യവും തോന്നി. ഓരോ തിരിച്ചടിയും ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള അവസരമാണെന്നും ഓരോ മാറ്റവും കൂടുതൽ തിളങ്ങാനുള്ള അവസരമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. പുത്തൻ പ്രതീക്ഷയോടെ മരിയ എഴുന്നേറ്റു. കടൽക്കാറ്റിനെ തന്റെ ആകുലതകൾ അകറ്റാൻ അനുവദിച്ചു. നാളെ പുതിയ വെല്ലുവിളികൾ കൊണ്ടുവരുമെന്ന് അവൾക്കറിയാമായിരുന്നു, പക്ഷെ അവയെ നേരിടാൻ അവൾ തയ്യാറായിരുന്നു. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ മരിയയുടെ കഥ ഓർക്കുക. നിങ്ങളുടെ ഭയങ്ങളെ അതിജീവിക്കാനും ജീവിത വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും നിങ്ങൾക്കും ശക്തിയുണ്ടെന്ന് അറിയുക. ഏത് ഇരുട്ട് വന്നാലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും ശോഭനമായി തിളങ്ങാനുള്ള ധൈര്യവും നിറയട്ടെ. ശുഭരാത്രി. നീലക്കണ്ണുകളും നീണ്ട ചുരുണ്ട തവിട്ടു നിറമുള്ള മുടിയുമുള്ള സോഫിയ രാജകുമാരി അവളുടെ ആകർഷകമായ സൗന്ദര്യത്തിൽ പ്രശസ്തയായിരുന്നു. ദൂരദിക്കുകളിൽ നിന്നുമുള്ള രാജാക്കന്മാർ അവളുമായി വിവാഹബന്ധം തേടാൻ വന്നിരുന്നു. എന്നാൽ രാജാവിന് തികഞ്ഞ ഇണയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക മത്സരങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി മത്സരങ്ങൾക്കൊടുവിൽ മാർക്കോസിനെ രാജാവ് തിരഞ്ഞെടുത്തു. സത്യത്തിൽ അവനെ കണ്ടതും അവളുടെ മുഖം മങ്ങി. അവനെക്കാളും സുന്ദരന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത്? സോഫിയ രാജാവിനോട് ചോദിച്ചു. രാജാവ് പുഞ്ചിരിച്ചു. യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രാജാവ് ചോദിച്ചു. മറുപടി പറയുന്നതിന് മുമ്പ് സോഫിയ ഒരു നിമിഷം ആലോചിച്ചു. സുന്ദരമായ മുഖവും നല്ല ശരീരവും ഉള്ളതിനെക്കുറിച്ചാണ് എന്ന് ഞാൻ കരുതുന്നു, അവൾ മടിയോടെ പറഞ്ഞു. രാജാവ് ചിരിച്ചു. ഇല്ല എന്റെ പ്രിയേ, യഥാർത്ഥ സൗന്ദര്യം വെറും ശാരീരിക രൂപമല്ല,
മറിച്ച് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും സൗന്ദര്യമാണ്. സോഫിയ അമ്പരപ്പോടെ നോക്കി. എനിക്ക് മനസ്സിലാകുന്നില്ല, അവൾ പറഞ്ഞു. രാജാവിന്റെ കണ്ണുകൾ തിളങ്ങി. നിങ്ങൾ ഒരാളെ നോക്കുമ്പോൾ അവരുടെ മുഖം മാത്രം കാണരുത്, അവരുടെ ഹൃദയം, മനസ്സ്, പ്രവൃത്തികൾ എന്നിവ കാണുക. അവിടെയാണ് യഥാർത്ഥ സൗന്ദര്യം കിടക്കുന്നത്. സോഫിയയുടെ ആകാംക്ഷ വർദ്ധിച്ചു. മാർക്കോസ് എങ്ങനെയുള്ള വ്യക്തിയാണ്? അവൾ ചോദിച്ചു. ബൾബ് കണ്ടുപിടിക്കാനുള്ള എഡിസന്റെ യാത്ര സ്ഥിരോത്സാഹത്തിന്റെയും പരിശ്രമത്തിന്റെയും തെളിവാണ്. നിരവധി തിരിച്ചടികളും തിരസ്കാരങ്ങളും പരാജയങ്ങളും അദ്ദേഹം നേരിട്ടു. പക്ഷെ അദ്ദേഹം ഒരിക്കലും തളർന്നില്ല. പരാജയപ്പെട്ട ഓരോ പരീക്ഷണത്തിലും എഡിസൺ പുതിയ എന്തെങ്കിലും പഠിക്കുകയും ആ അറിവ് തന്റെ അടുത്ത ശ്രമത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ആത്യന്തികമായി ലോകത്തെ വിപ്ലവകരമായ ഒരു ബൾബ് സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. എഡിസന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പരാജയം വിജയത്തിന്റെ വിപരീതമല്ല, അത് യാത്രയുടെ ഭാഗമാണ്. ഓരോ തിരിച്ചടിയും പഠിക്കാനും വളരാനുമുള്ള അവസരമാണ്. സ്ഥിരോത്സാഹത്തിനും നിശ്ചയദാർഢ്യത്തിനും ഏറ്റവും ഭയാനകമായ വെല്ലുവിളികളെപ്പോലും മറികടക്കാൻ കഴിയും. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഒരു തിരിച്ചടി നേരിടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ എഡിസന്റെ വാക്കുകൾ ഓർക്കുക. നമ്മുടെ ഏറ്റവും വലിയ ബലഹീന ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. മുന്നോട്ട് കുതിക്കുക. നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി മുത്തച്ഛന്റെ അടുത്തേക്ക് വന്നു. ഞാൻ മത്സരത്തിൽ വീണ്ടും തോറ്റു, എനിക്ക് ജയിക്കാനാവില്ല. അവളുടെ ശബ്ദം വിറയ്ക്കുന്നു. മുത്തശ്ശൻ അവളുടെ കൈപിടിച്ച് അവളെ ഒരു ചെറിയ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. അവിടെ ഒരു ചെറിയൊരു ഇലയിലുള്ള കാറ്റർപില്ലറെ ചൂണ്ടിക്കാണിച്ചു. ഈ കാറ്റർപില്ലറിനെ എല്ലാ ദിവസവും നിരീക്ഷിക്കുക. പെൺകുട്ടി ദിവസവും കാറ്റർപില്ലറിനെ സന്ദർശിച്ചു. അത് വെയിലിലും പൊടിയിലും കാറ്റിലും ഉലയാതെ നിന്നു. അത് ബലഹീനതകളിലല്ല, ശക്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി കാറ്റർപില്ലർ രൂപാന്തരപ്പെടാൻ തുടങ്ങി. അതിന്റെ ശരീരം മെല്ലെ മെല്ലെ മനോഹരമായ പൂമ്പാറ്റയായി മാറാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ അതിനെ കാണാനുള്ള ആകാംക്ഷയോടെ പെൺകുട്ടി തോട്ടത്തിലേക്ക് ഓടി. എന്നാൽ പകരം അവൾ ഒരു പുഷ്പത്തിൽ അത്ഭുതകരമായ ഒരു ചിത്രശലഭത്തെ കണ്ടെത്തി. അതിന്റെ അതിമനോഹരമായ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. പെൺകുട്ടിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവളുടെ മുത്തച്ഛൻ പുഞ്ചിരിച്ചു. നോക്കൂ കുഞ്ഞേ, നാമെല്ലാവരും ഈ ചിത്രശലഭത്തെ പോലെയാണ്. നമ്മൾ ചെറുതാണെന്നും നിസ്സാരമെന്നും തോന്നാം, പക്ഷേ പരിശ്രമിച്ചാൽ ജയിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. സ്വർണം കരിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. ചെളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് താമര വിരിയുന്നു. ചെറിയ പുഴുക്കളിൽ നിന്ന് ചിത്രശലഭങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കും നമ്മുടെ വെല്ലുവിളികളെ മറികടന്ന് വിജയത്തിലേക്ക് കടക്കാൻ സ്വയം വിശ്വാസവും പരിശ്രമവും ആവശ്യമാണ്. പെൺകുട്ടി അവളുടെ മുത്തച്ഛനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യവും നിറഞ്ഞു. മുത്തച്ഛൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം, സ്വയം വിശ്വസിക്കൂ. ഒരു ചെറിയ പട്ടണത്തിൽ രാത്രി 11 മണി കഴിഞ്ഞു. തെരുവ് കച്ചവടക്കാരനായ ജാക്ക് കഠിനാധ്വാനത്തിലായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷം മാറി. ശക്തമായ കാറ്റ് തെരുവുകളിലൂടെ കടന്നുപോയി. ജാക്ക് നിരാശപ്പെടാതെ തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ക്ഷീണിതയായ ഒരു യാത്രക്കാരിയായ സാറ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ തേടി കടയിലേക്ക് ഇടറി. കാറ്റ് ശക്തിയായി വീശി മഴ ജനാലകളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ ജാക്ക് സാറയെ ഊഷ്മളമായ പുഞ്ചിരിയോടെയും ആവി പറക്കുന്ന ചായയുമായി സ്വാഗതം ചെയ്തു. ചായ കുടിക്കുന്നതിനിടയിൽ സാറ ജാക്കിനോട് ചോദിച്ചു, ഈ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ നിങ്ങൾ എങ്ങനെ ശാന്തമായും സമാധാനമായും ജോലി തുടരുന്നത്? എല്ലാവരും ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് താമസസ്ഥലത്തു തിരിച്ചു എത്താനാണ് ആഗ്രഹിക്കുക. ഈ അവസ്ഥയിൽ ഇവിടെ കസ്റ്റമർ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാം പ്രതീക്ഷകളാണ്. പുറത്തെ കൊടുങ്കാറ്റിനേക്കാൾ ഇരുട്ടിനേക്കാൾ ഞാൻ ഉള്ളിലെ വെളിച്ചത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് മറുപടി പറയുമ്പോൾ ജാക്കിന്റെ കണ്ണുകൾ തിളങ്ങി. ജാക്കിന്റെ മറുപടിയിൽ സാറ ഞെട്ടിപ്പോയി. അദ്ദേഹം തുടർന്നു, ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പക്ഷെ അവ നമ്മെ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകളെ ദഹിപ്പിക്കാൻ അനുവദിക്കരുത്. പകരം നമ്മുടെ പരിശ്രമത്തിലും ആത്മവിശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
സാറ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ജാക്ക് ഒരു ചെറിയ വിളക്ക് അവൾക്ക് നൽകി. ഓർക്കുക, ജീവിതത്തിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം എപ്പോഴും പ്രകാശപൂരിതമായി നിലനിർത്തുക. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജാക്കിന്റെ കടയിൽ കസ്റ്റമർ വരുന്നതായി അവൾ കണ്ടു. പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നമ്മളെ തോൽപ്പിക്കാനാവില്ലെന്ന് സാറ തിരിച്ചറിഞ്ഞു. ജാക്കിന്റെ വാക്കുകൾ സാറയിൽ നിലനിന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ഉള്ളിലെ വെളിച്ചത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ എപ്പോഴും ജാക്കിന്റെ വാക്കുകൾ ഓർക്കുക. എന്തൊക്കെ കൊടുങ്കാറ്റുകൾ വന്നാലും ജീവിതത്തിലെ പ്രതീക്ഷ കൈവിടരുത്. പരിശ്രമം അവസാനിപ്പിക്കരുത്. ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ഉയരുന്നതിലാണ്. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഗുഡ് നൈറ്റ്. കാറ്റിന്റെ ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ട തളർന്ന മരബെഞ്ചിൽ അവൾ ഇരിക്കുമ്പോൾ ഓർമ്മയുടെ ഭാരം തന്നെ കീഴടക്കുന്നത് മായയ്ക്ക് അനുഭവപ്പെട്ടു. ഒരിക്കൽ അവളുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ മങ്ങിയ ഫോട്ടോകൾ പോലെ തോന്നി. അവരുടെ ചിരിയും കണ്ണീരും അവളുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. ഓർമ്മകൾ വീണ്ടും ഒഴുകി വന്നു. അവളുടെ തറവാട്ടിലെ വെയിലിൽ നനഞ്ഞ പറമ്പിൽ കളിച്ചു നടന്ന അവളുടെ ബാല്യകാല ഓർമ്മകൾ, അവളുടെ ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ, ആരും അറിയാതെ പങ്കുവെച്ച പ്രണയം നിമിഷങ്ങൾ, വീട്ടിൽ അറിഞ്ഞപ്പോഴുണ്ടായ ബഹളങ്ങൾ, ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടുള്ള വിവാഹം, ഇണക്കങ്ങളും പിണക്കങ്ങളുമുള്ള സ്നേഹനിമിഷങ്ങൾ. അതിനിടയിൽ കടന്നുവന്ന കുഞ്ഞു മാലാഖമാർ അവരുടെ ആദ്യ ചുവടുകൾ വെക്കുമ്പോൾ അവളുടെ കുഞ്ഞു കൈകൾ അവളെ പിടികൂടിയ അവളുടെ മക്കളുടെ ഓർമ്മകൾ, ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ട ജീവിതം, ഒടുവിൽ മക്കളുടെ അനാഥാലയത്തേക്കുള്ള വലിച്ചെറിയൽ. ഓർമ്മകൾ ചുറ്റും കറങ്ങുമ്പോൾ മായയ്ക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. അവൾ ഭൂതകാലത്തിനായി, തനിക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി, ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത നിമിഷങ്ങൾക്കായി കൊതിക്കുന്നു. പക്ഷേ സങ്കടങ്ങൾക്കിടയിലും ആ ഓർമ്മകൾ തന്നെ ഒരു സമ്മാനമാണെന്ന് അവൾക്കറിയാമായിരുന്നു. സൂര്യൻ ചക്രവാളത്തിന് താഴെയായി മുങ്ങി ലോകത്തെ ചൂടുള്ള ഓറഞ്ച് പ്രകാശത്തിൽ വീശുമ്പോൾ മായ അവളുടെ കണ്ണുകൾ തുറന്നു. സമയം താൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയും സ്ഥലങ്ങളെയും അപഹരിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അനാഥാലയത്തിലെ ജോലിക്കാരി അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഗ്രാമം സന്ദർശിക്കാനായി ഒരു ബാലൻ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വന്നു. ആ ബാലൻ ഗ്രാമത്തിന്റെ മനോഹാരിതയിൽ ലയിച്ചു. ഗ്രാമത്തിലൂടെ അലഞ്ഞുതിരിയുമ്പോൾ നീണ്ട പച്ചപ്പുല്ലുകൾ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്ത് അവന്റെ ശ്രദ്ധ ആകർഷിച്ചു. പ്രകൃതി ദൃശ്യങ്ങൾ അതിമനോഹരമായിരുന്നു. സമൃദ്ധമായ പുല്ലുകൾക്കിടയിലൂടെ കുന്നുകളുടെ മനോഹാരിത ഫോണിൽ പകർത്തുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ആ പ്രദേശത്തേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഒരു വൃദ്ധനായ കർഷകൻ അവനോട് മുന്നറിയിപ്പ് നൽകി, മകനെ, ഈ സ്ഥലം അപകടകരമാണ്. അവൻ അപകടമൊന്നുമില്ലെന്ന ആത്മവിശ്വാസത്തോടെ ചുറ്റും നോക്കി. ഫോട്ടോകൾ എടുത്ത് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവൻ നടത്തം തുടർന്നു. പെട്ടെന്ന് അവൻ ചതുപ്പ് നിലത്ത് ചവിട്ടി മുങ്ങാൻ തുടങ്ങി. അവനിൽ പരിഭ്രാന്തി നിറഞ്ഞു. സഹായത്തിനായി നിലവിളിച്ചു. പക്ഷെ അവന്റെ നിലവിളി ശൂന്യമായ ഭൂപ്രകൃതിയിൽ പ്രതിധ്വനിച്ചു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയപ്പോൾ വൃദ്ധനായ കർഷകൻ അവിടേക്ക് വന്നു. അവനെ വലിച്ചുയർത്തി. അവൻ ആ വൃദ്ധനോട് നന്ദി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഞാൻ അപകടമൊന്നും കണ്ടില്ല. കുറ്റബോധത്തിൽ ആ ബാലൻ മറുപടി പറഞ്ഞു. ആ കർഷകൻ വിവേകത്തോടെ പുഞ്ചിരിച്ചു. ജീവിതം ഇങ്ങനെയാണ്. ഉപരിതലത്തിൽ അത് ശാന്തവും മനോഹരവുമാണെന്ന് തോന്നുമെങ്കിലും ഉപരിതലത്തിന് താഴെ എണ്ണമറ്റ സങ്കീർണതകളും അപകടങ്ങളും ഉണ്ട്. ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കാൻ ഒരാൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അനുഭവത്തിൽ നിന്ന് പഠിക്കുകയും വേണം. അത് കേട്ടപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. ഈ അനുഭവം തന്നെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ ബാലൻ കർഷകനോട് വീണ്ടും നന്ദി പറഞ്ഞു. അന്നു മുതൽ അവൻ ജീവിതത്തെ പുതിയ വിവേകത്തോടും വിനയത്തോടെയും സമീപിച്ചു. കർഷകൻ പറഞ്ഞതുപോലെ ജീവിതം ഒരു തുടർച്ചയായ പഠനയാത്രയാണ്. ചെറുതും വലുതുമായ ഓരോ അനുഭവവും വിലപ്പെട്ട എന്തെങ്കിലും നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഒരിക്കലും പഠനം നിർത്താനാവില്ല. ജീവിതം നമ്മെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും.
നിനക്ക് എങ്ങനെയാ അവളെ ഇഷ്ടായേ? ഓള് കറുത്തിട്ടല്ലേ, കാണാനൊരു ചന്തവും. അത് നിന്റെ കണ്ണിൽ. എന്റെ കണ്ണിൽ ഞാൻ കാണുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരി അവളാ. നിനക്കറിയോ ഈ കടൽ കാണാൻ എന്ത് രസമാണെന്ന്? ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഈ കടൽ എന്താ ഇത്ര കാണാൻ. എല്ലാരും വ്യത്യസ്തരാടോ. എല്ലാരും ഒരേപോലെ ആയാൽ ഒരു രസവും ഉണ്ടാവില്ല.